ബജറ്റ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം 12 ലക്ഷം രൂപക്ക് താഴെ വരുമാനമുള്ളവർക്ക് ടാക്സ് അടക്കണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിലും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ 12 ലക്ഷം രൂപയിൽ താഴെ ശമ്പളമൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബെനിഫിഷ്യൽ ആണ്. പക്ഷേ അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വേർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തും ചെറിയ ചെറിയ ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു 10 കോടി താഴെയുള്ള റിട്ടേൺസ് ആണ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ് ഫയൽ ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ഏകദേശം 5 കോടിയോളം ആൾക്കാർ ടാക്സ് ഒന്നും പേ ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഒരു 50% ആൾക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ ടാക്സ് അടക്കുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് പറയാം. എത്ര ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്തു, എത്ര ടാക്സ് എമൗണ്ട് കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ വരുമാന ഭേദമന്യേ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം GST ആണ്. ഈ GST നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ജനങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാൻ. അപ്പോൾ വരുമാനമുള്ളവർക്കും വരുമാനമില്ലാത്തവർക്കും താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ 12, 18, 28% എന്ത് ചെയ്യണം, GST അടക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ശരിക്കും നമ്മളെ ഭയപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ GSTന്റെ റേറ്റ് എങ്ങനെ കുറപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ചെലവാക്കാൻ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ചെലവാക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. നമ്മുടെ സാധനങ്ങളോ സേവനങ്ങളോ